ഭൂരേഖകളിൽ ഉദ്യോഗസ്ഥരുടെ അട്ടിമറി വ്യാപകമാകുമ്പോഴും അനങ്ങാപ്പാറ നയത്തിലാണ് റവന്യൂ വകുപ്പ്. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഒരു പരമ്പര തുടങ്ങുകയാണ്. നാഥനില്ല റവന്യൂ. തിരുവനന്തപുരം കരവാരത്ത് പ്രവാസി ദമ്പതികളുടെ കോടികൾ വിലമതിക്കുന്ന ഭൂമി സഹോദരങ്ങൾ തട്ടിയെടുക്കാൻ റവന്യൂ രേഖകളിൽ തിരുത്തൽ വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ ചെറുവിരൽ പോലും അനക്കാതെ റവന്യൂ വകുപ്പ്. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയടക്കം അന്വേഷിച്ച റവന്യൂ സർവേ വിജിലൻസ് വിഭാഗങ്ങളാണ് ഉദ്യോഗസ്ഥർ കൃത്രിമം കാണിച്ചെന്ന് കണ്ടെത്തിയത്. സർവേ നമ്പറിൽ മാറ്റം വരുത്തിയും കോടതിയിൽ കേസ് നിലനിൽക്കെ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ് നൽകിയും അധിക ഭൂമി പൂക്കുവരവ് ചെയ്തു കൊടുത്തുമാണ് ക്രമക്കേട് നടത്തിയത്. ഈ പാറയ്ക്ക് തെക്കെന്നാണ് നമ്മുടെ ആധാരത്തിൽ എഴുതിയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഒരു ബൗണ്ടറി ആയിട്ട് കാണിച്ചിരിക്കുന്നത് ഈ പാറ. വർഷങ്ങൾ നീണ്ട പ്രവാസം കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോഴാണ് വർക്കല സ്വദേശികളായ റോയ് പ്രഭാകരനും നൈനാറാണിയും ഭൂരേഖകളിലെ തിരിമറി അറിയുന്നത്. കരവാരം പഞ്ചായത്തിലെ 1 ഏക്കർ 66 സെന്റിൽ റവന്യൂ രേഖകൾ പ്രകാരം സഹോദരങ്ങൾക്കും അവകാശം. അന്വേഷിച്ചു ചെന്നപ്പോൾ ഭൂരേഖകളിലെ തിരുത്തും തിരിമറിയും വില്ലേജ് ഓഫീസിൽ നിന്ന് തന്നെയെന്ന് വ്യക്തമായി. റിംഗ് റോഡിന് ഭൂമി വിട്ടുകൊടുക്കുമ്പോൾ കിട്ടുന്ന കോടികളായിരുന്നു സഹോദരങ്ങളുടെ ഉന്നം. അതിന് റവന്യൂ ഉദ്യോഗസ്ഥരുടെ പൂർണ്ണൊത്താശ. ദമ്പതികൾ പരാതി നൽകി. എതിർകക്ഷികളായ സഹോദരങ്ങൾ കോടതിയെ സമീപിച്ചു. ഉദ്യോഗസ്ഥർക്കെതിരായ പരാതി റവന്യൂ വിജിലൻസും സർവേ വിജിലൻസും മാറി മാറി അന്വേഷിച്ചു. അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ ഇങ്ങനെ: നമ്പറിൽ ഇരട്ടിപ്പ് വന്നുവെന്ന എതിർകക്ഷിയുടെ പരാതി മാത്രം പരിഗണിച്ചും ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചും വില്ലേജ് ഓഫീസർ നൈനാറാണിയുടെ ഭൂമിയുടെ സർവേ നമ്പർ മാറ്റി. സർട്ടിഫിക്കറ്റുകളും റദ്ദാക്കി. റിംഗ് റോഡിനായി കൈമാറാൻ നൈനാറാണിയുടെ ഭൂമിയുടെ അതിരുകൾ ചേർത്ത് എതിർകക്ഷികൾക്ക് ലൊക്കേഷൻ മാപ്പും സർട്ടിഫിക്കറ്റും നൽകി. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ സർട്ടിഫിക്കറ്റ് നൽകിയ നടപടി ഗുരുതര കുറ്റമാണ്. തർക്കമുണ്ടായിട്ടും സർട്ടിഫിക്കറ്റ് റദ്ദാക്കാത്തതിൽ വില്ലേജ് ഓഫീസറുടെ ഉദ്ദേശശുദ്ധിയെ സംശയിക്കണം. റദ്ദാക്കാൻ ഭൂരേഖ തഹസിൽദാർ വില്ലേജ് ഓഫീസറോട് ആവശ്യപ്പെട്ടതുമില്ല. അതേസമയം കോടതി കേസ് ചൂണ്ടിക്കാട്ടി റോയ് പ്രഭാകരൻ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റിനടക്കം അപേക്ഷ നൽകിയത് നിരസിച്ചു. പരാതിക്കാരോട് പരുഷമായി പെരുമാറി. എതിർകക്ഷികൾക്കുള്ളതിനേക്കാൾ 4 സെന്റ് അധികം പോക്കുവരവ് ചെയ്തു കൊടുത്തു. ഗുരുതര വീഴ്ചകൾ വരുത്തിയ കരവാരം മുൻ വില്ലേജ് ഓഫീസർ VS ബിനു, വില്ലേജ് ഓഫീസർ K സന്തോഷ് കുമാർ, ചിറയൻകീഴ് താലൂക്ക് ഭൂരേഖ തഹസിൽദാർ സജി SS എന്നിവർക്കെതിരെ നടപടിക്കും ശുപാർശ ചെയ്തു. റവന്യൂ വകുപ്പ് മന്ത്രിക്ക് 3-4 പരാതി, മുഖ്യമന്ത്രിക്കും കൊടുത്ത് 2 പരാതികൾ. എല്ലാ പരാതിയും അന്വേഷിക്കുന്നതാകട്ടെ ഈ കുറ്റക്കാർക്ക് തന്നെയാണ് തിരിച്ചു വിട്ടുകൊടുക്കുന്നത്. ആർക്കെതിരെ നമ്മൾ പരാതി കൊടുത്തു അവർക്കാണ് ഈ അന്വേഷണ ചുമതലയും കൂടെ കൊടുക്കുന്നത്. നമുക്ക് അനുകൂലമായിട്ട് ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പം 3 വർഷമാകാൻ പോകുന്നുണ്ട്. ഇന്ന് വരെ ഇതിന് ഒരു കറക്റ്റായിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. ഒരു സാധാരണക്കാരൻ ഇതിപ്പോൾ നമ്മൾ പ്രതികരിക്കാൻ ശേഷിയെങ്കിലും ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഒരു പ്രതികരണ ശേഷി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവരുടെ ഭൂമിയും നഷ്ടപ്പെടും, അവരുടെ മനസമാധാനവും പോവും, എല്ലാം പോവും. എതിർകക്ഷികളുടെ പരാതികളും അപേക്ഷകളും മാത്രം പരിഗണിച്ച് രേഖകളിൽ മാറ്റം വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയിൽ വരെ പരാതി നൽകി. ഓരോ ഓഫീസർ കാണിച്ച തെറ്റിനെ ചൂണ്ടിക്കാണിക്കാൻ പോലും ഈ മേലുദ്യോഗസ്ഥന്മാർക്ക് ഒരു കൊച്ചു കുഞ്ഞിനെ കണ്ടാൽ തന്നെ അവർക്കറിയാം ഇത് തെറ്റാണെന്ന്. അല്ലെങ്കിൽ അത് കൊച്ചു കുഞ്ഞിന് വരെ അറിയാൻ പറ്റും. പക്ഷേ ഇവർക്ക് ആർക്കും അറിയത്തില്ല. ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പാടാണ്. സുരേഷ് എസ് നായർക്കൊപ്പം CP അജിത, ഏഷ്യാനെറ്റ് ന്യൂസ്. റവന്യൂ സേവനങ്ങളൊക്കെ വേഗത്തിൽ ലഭിക്കാൻ വേണ്ടി ഒരുപാട് സാങ്കേതിക സൗകര്യങ്ങൾ സർക്കാർ ഒരുക്കും. സിംഗിൾ വിൻഡോ സിസ്റ്റം കൊണ്ടുവരും, മൊബൈൽ ആപ്പ് കൊണ്ടുവരും, ഒക്കെ ചെയ്യും. പക്ഷേ സാധാരണക്കാരായ മനുഷ്യർക്ക് അവർ ആ ഭൂവുടമയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉടമസ്ഥ അവകാശം അവരിൽ തന്നെയാണ് ഇപ്പോഴും എന്നുറപ്പിക്കാൻ ഇതേപോലെ ഏതെങ്കിലും ഒരു സമയത്ത് വില്ലേജ് ഓഫീസ് ചെല്ലുമ്പോഴായിരിക്കും സ്വന്തം പേരിലുണ്ടായിരുന്ന ഭൂമി കാണില്ല. ഒന്നെങ്കിൽ റീസർവേയിൽ ക്രമക്കേട് ഉണ്ടാവാം, അതല്ല എന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും അതിർതർക്കം നടന്നിട്ടുണ്ടാവും. വളരെ സങ്കീർണമാണ് സത്യം പറഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ ഈ നടപടിക്രമങ്ങൾ. അതുകൊണ്ട് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നില്ല എന്നുണ്ടെങ്കിൽ കിടപ്പാടം നമുക്കുണ്ടാവില്ല എന്നുള്ളൊരു സ്ഥിതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇനി അങ്ങനെ ഒരു പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ എത്ര ഗൗരവത്തോടെ സിസ്റ്റം റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പരമ്പരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കുടുംബത്തിൻ്റെ അനുഭവമാണ് നമ്മളിപ്പോൾ കണ്ടത്.